എനിക്ക് വേണ്ട അമ്മച്ചി, ഞാൻ പോവും. അവനെ അറിയാൻ ഇല്ല, വേണ്ട, ഞാൻ പോവും. പലരും പറയുന്നത് കേട്ടോ, നീ ഇങ്ങനെ ഇറങ്ങി പോകരുത്. നോക്കാൻ ഒരു നിസ്സാര കാര്യം പലരും പറഞ്ഞല്ല. ഇവിടെ കൊണ്ടുപോകാൻ അങ്ങനല്ലേ? വേണ്ട വേണ്ട. ഇല്ല, അല്ലെങ്കിൽ അവൻ വേട്ടം പോയിട്ട് പോയില്ല. നീ സമാധാനം ഇല്ല അമ്മച്ചി, ഞാൻ പോവും. എടീ കൊച്ചേ, നിങ്ങളിവിടെ 2 ദിവസം ഇല്ലായിരുന്നല്ലോ. സിമിയോ? ആ, വാ സിമി. ഇതെന്തോ ചക്കയോ ചീനിയോ? ചക്ക എവിടെ നിന്ന് കിട്ടി? ഉണക്കാനിട്ടതാ, ഇച്ചിരി കിട്ടിയായിരുന്നു. നിങ്ങൾ ടൂറിന് പോയിട്ട് വന്നിട്ട് ചക്കയും കിട്ടി, ചക്കയും ഉണക്കിയതാ. പെണ്ണുങ്ങൾ ഇല്ലായിരുന്നു. എവിടെ പോയിരുന്നേ? ഊട്ടി കൊടൈക്കനാൽ. ഊട്ടി കൊടൈക്കനാലിൽ ഒരുമിച്ച് പോയോ? അതല്ലേ ഞങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞത്. ചുമ്മാ ഇട്ടിരുന്നല്ലോ. അല്ല, നാട്ടെ കാണിക്കാം. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടായിരുന്നല്ലോ. എടി മണ്ടി, ഇത് കൊടൈക്കനാല്. ആ, നിന്നെ എടുത്ത് പൊക്കിയൊക്കെ ചെയ്തോ? കൊടൈക്കനാല് പോയിട്ട് ഞങ്ങൾ ഊട്ടിക്കും പോയി. നോക്ക്, ഈ നോക്ക്, വീഡിയോസ് നോക്ക്. ചാടി കയറിയെങ്ങിരുന്നു. നിന്റെ ഭർത്താവ് നിന്നെ ഇടുക്കിയൊക്കെ ചെയ്യൂല്ലേ? വല്ലപ്പോഴും ടൂറൊക്കെ പോകണം. അച്ചായനോട് പറയണം വല്ലപ്പോഴും ടൂറൊക്കെ കൊണ്ടുപോകാൻ. എനിക്ക് വെയിറ്റ് ഒക്കെ ആയതുകൊണ്ട് എന്നെ അച്ചായനൊന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല. വെയിറ്റ് കുറയ്ക്കണം. കണ്ടോ, എടുത്ത് പൊക്കി. അടിപൊളി. നീ ഭാഗ്യവതി. നിന്റെ കണക്ക് ഭാഗ്യം എല്ലാവർക്കും കേട്ടോ. നീ ഭാഗ്യവതി. നമ്മള് വരുന്നോ? പോവാ ഞാൻ. ഓക്കെ, ചക്ക ഉണങ്ങിട്ടിച്ചിരി എനിക്കൂടെ തരാം, പകുതി തരാം. അമ്മേ, എനിക്ക് ആ നേരം കൊല്ലത്ത് വേണം. കുമാരൻ പോവാൻ സമയമായി സിമി. പോട്ടെ, കാപ്പി കൊടുത്തില്ല, പോട്ടെ. താ വരുന്ന നേരെ വീട്ടിൽ സിമിയെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരുന്നേ. പോണ്ട എനിക്ക്. ഊട്ടിയും കൊടൈക്കനാൽ രണ്ടും ഒരുമിച്ച് പോവുക. ഊട്ടി എവിടെ കിടക്കുന്നു, കൊടൈക്കനാൽ എവിടെ കിടക്കുന്നു. അവിടെയൊക്കെ ഇത് ഞാനങ്ങ് തീർത്ത് തരാം. ഓ, നമുക്കൊരു ഭർത്താവുണ്ട്. എങ്ങും കൊണ്ടുവരുത്തി ഒരു വികാരവും വിചാരവും ഇല്ലാത്തൊരു ഭർത്താവാണ് കൂടെ ഉള്ളത്. അവളെ എടുത്ത് പൊക്കുന്നു, ആട്ടുന്നു, എന്തൊക്കെ കാണിക്കുന്നു. പോയിട്ട് എപ്പോ വരും? വൈകിട്ടാവോ? വൈകിട്ടാവും, 7-8 മണിയാവും. പുള്ളിക്കാരെവിടെ പോവാന്ന് തോന്നല്ലോ. ഒരു ഡാവ് ഇറക്കിയല്ലോ. ഓ, പുള്ളി എവിടെ പോവാന്ന് തോന്നല്ലോ. ഒരു ഡാവ് ഇറക്കി നോക്കാം. പുള്ളിക്കാരൻ അവളുടെ അഹങ്കാരം ഞങ്ങൾ അങ്ങ് തീർത്ത് കൊടുക്കാം. അതങ്ങോട്ട് നീക്കിയിട്. എൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. എന്നെ കൂടെ അങ്ങോട്ട് നിർക്കാവോ? ഞാൻ കൊല്ലത്തോട്ട് പോവാം. ഇവിടെ വിട്ടാ മതിയാ? എന്നെ കൊല്ലത്തൊന്നും കൊണ്ടുപോകണ്ട, എന്നെ കുണ്ട്രയാക്കിയത്. കൊല്ലത്തൊന്നും പോയതും വിട്ടു. ഓക്കെ ഓക്കെ ഓക്കെ, ബെൽറ്റ് ഇട്ടോ. ശരി. ഒരു ഞങ്ങളുടെ ചേച്ചിയില്ലയോ, എൻ്റെ അമ്മയെ തീർന്നു. എൻ്റെ അമ്മ സൗമ്യേ, സൗമ്യേ,
നീ ഇതിനകത്ത് കയറി ഇരുന്നോ? വാ ചേച്ചി. നീ ഇതിനകത്ത് കയറി ഇരുന്നോ? എന്റെ ഭർത്താവിന്റെ കൊല്ലത്ത് വരെ പോയി. ഏത് കൊല്ലത്ത്? രാവിലെ കൊല്ലത്ത് പോകുന്നു പറഞ്ഞു. വേറെ ആരുമില്ല. നീ ഇതിനകത്ത് ഇരുന്നോ? അവളെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാ പോയേക്കുന്നേ. ആരെ? മറ്റവളെ അങ്ങനെ വളച്ചിട്ടാതെ പറ ചേച്ചി. എന്തുവാന്ന് വെച്ചാല് സിമിയെ ഇരുത്തിക്കൊണ്ടാ പോയേക്കുന്നേന്ന് ചേച്ചിക്ക് തോന്നിയതായിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് എന്താ പൊട്ടക്കണ്ണാന്നോ? സിമി രാവിലെ ആദ്യമായിട്ടാണോ കാണുന്നേ? ജോലിക്ക് പോകുന്നു പറഞ്ഞോണ്ട് കണ്ടപ്പോഴത്തേക്ക് അവളിങ്ങനെ ഒളിച്ചൊളിച്ച് മുഖം മറയ്ക്കുന്നു. മനസ്സിലായോ? നീ ഇതിനകത്ത് ഇരുന്നോ? നീ ഒന്നും അറിയണ്ട. സിമി രാവിലെ ജോലിക്ക് പോകുന്നു പറഞ്ഞു. ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ട് പോയി. അവൻ കൊല്ലത്ത് പോകുന്നു പറഞ്ഞിട്ട് പോയത്. ഞാൻ കണ്ടിട്ടാ വന്നത്. ഇല്ല, ചേച്ചിക്ക് അത് തോന്നിയതായിരിക്കും. ഇനിയിപ്പോ ആരൊക്കെ പറയുമ്പോ നീ നോക്കിക്കോ. ഓരോരുത്തർ വന്ന് പറയും ഇതുപോലെ നിന്റെ അടുത്ത്. എന്നാലും നിനക്ക് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എനിക്ക് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യാനാ? ഞാനൊന്ന് വിളിക്കട്ടെ. വിളിച്ചു നോക്ക്. ഇപ്പൊ അറിയാം. ഇപ്പൊ ഫോൺ അടിക്കുകയും ചെയ്യും വിളിച്ചാ. ഹലോ ഹലോ. കുമാറേട്ടാ എവിടാ? ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. കൂടെ ആരുണ്ട്? കൂടെ ആരാ ഉള്ളത്? കൂടെ നമ്മുടെ അപ്പുറത്ത് സിമി ഉണ്ട്. സിമിക്ക് കൊണ്ടുവരെ കണ്ട് ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞായിരുന്നു കൂടെ സിമി ഉണ്ടെന്ന്. എന്റെ അടുത്ത് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കറങ്ങാൻ പോയെന്ന്. എന്റെ അടുത്ത് ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാ ഈ പോന്നെ ഇല്ലയോ? അവിടെ മീറ്റിംഗ് ഉണ്ട്, ഇവിടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട്. മീറ്റിംഗ് ഇല്ലാതെ മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഉണ്ടല്ലോ. അവൾ എന്തായാലും കൂടെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. ഇവിടുന്ന് അങ്ങോട്ട് കയറി കൊണ്ടുവരെ. ശരി 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 ശരി. ഇനി എനിക്ക് ഒന്നും കേൾക്കേ വേണ്ട. വേണ്ട, എനിക്ക് ആരുടെയും കൈ കൊടുക്കണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോവുക. എനിക്കൊന്നും കേൾക്കേ വേണ്ട. കേൾക്കണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോവുക. അവിടെ വീട്ടിൽ വേണ്ട പ്രശ്നമാക്കി കണ്ടോണ്ട് ചേച്ചി ഇല്ലയോ പറഞ്ഞു കൊടുത്തതാ. ആവശ്യമില്ല. ഒരു കാര്യം ചെയ്യും സിമി. ഞാനേ വീട്ടിൽ അവള് വലിയ പ്രശ്നമായിട്ട് നിൽക്കുക. ഞാനൊന്ന് തിരിച്ചു പോയിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളു. എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. അല്ല സിമിയും കൂടെ വന്ന കാര്യം പറയാം. എനിക്ക് എന്റെ ആവശ്യമില്ല. എന്നെ ഇറക്കി വിട്ടേക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ? ഈ ഒരു കാര്യം പറഞ്ഞില്ല അവളവിടെ പ്രശ്നമാക്കുക. സിമി ഒന്ന് കാര്യം പറ. ഞാൻ വന്ന് കണ്ട് ഇത് നമ്മളെന്തോ പ്ലാൻ ചെയ്ത് പോയത് പോലെ അവള് പറയുന്നത്. അതെന്തോ സംശയരോഗം ഉണ്ടോ സുമിക്ക്? ഓരോരുത്തരുടെ ക്യാരക്ടറില്ലേ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങള് ഉപ്പച്ചി പറഞ്ഞ പോയ പെടുമ്പോൾ പറഞ്ഞേരിക്കും. അല്ല സിമിയും കൂടെ വന്ന് കാര്യം പറഞ്ഞങ്ങ് പോവാം നമുക്ക്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വരുന്നില്ല. എന്നെ ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഞാൻ തിരിച്ചു പോവാ. അവള് വീട്ടിൽ പോവാൻ നിൽക്കുവാന്ന് പറഞ്ഞിരിക്കുന്നു. ഇറങ്ങുവാന്നോ? ഇത്രേ ഉള്ളൂ. സംശയരോഗിയ. ഹലോ. താങ്ക് യു. ഓക്കെ. എന്തുവാ എല്ലാവർക്കും? എന്ത് സമയം? എന്ത് മോളെ? എന്ത് വിഷമിച്ചിരിക്കുന്നു? അമ്മച്ചി ഒന്നും കേട്ടില്ലായിരുന്നോ പറയുന്നതൊക്കെ? ഞാൻ ഏതാണ്ടൊക്കെ കേട്ടു. എന്തോ നീ വിഷമിക്കുന്ന? കുമാറായിട്ട് അപ്പുറത്തെ സിമിയായിട്ട് പോയേക്കുന്ന എവിടോ കറങ്ങാനും എടുക്കാനും ഒക്കെ. ആരാ നിന്നോട് പറഞ്ഞത്? അപ്പുറത്തെ ചേച്ചി. മോളെ അത് നേരാന്നോന്ന് അറിയത്തില്ല. നീ വിഷമിക്കാതെ. അവൻ അങ്ങനെ പോകുന്നവനാന്നോ നിനക്ക് അറിഞ്ഞൂടെ? ഞാനിപ്പോ ഫോൺ വിളിച്ചല്ലോ. അന്നേരം പറഞ്ഞ സിമി കൂടെ ഉണ്ടെന്ന്. സിമി കൂടെ ഉണ്ടെന്നല്ലേ ഉള്ളോ? നീ വിചാരിച്ചെന്തുവാ? നീ അങ്ങനെ വിഷമിക്കണ്ട. അവന് നമുക്കറിയാൻ വയ്യാത്താന്നോ? എന്തിനാ കരയണ്ടേ? ഇല്ല, ഞാൻ ഇനി ഇവിടെ നിക്കത്തേ ഇല്ല. അതിന് നിസ്സാര കാര്യത്തിനൊക്കെ അങ്ങനെ പറയാം. വേണ്ട, ഒരു വണ്ടി പോകുമ്പോ ആരായാലും വേണ്ട വേണ്ട. അല്ലെങ്കിൽ മോനെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. നീ സമാധാനം വേണ്ട. എന്തോ പറയാനാന്ന് പറയാം. നിസ്സാര കാര്യത്തിന് ആരെയും വല്ലതും പറയുന്ന കേട്ടോണ്ട് അത് വിശ്വസിച്ച് വെച്ചിരിക്കുക. പറയുന്നവരെന്തെങ്കിലുമൊക്കെ പറയും. എൻ്റെ സത്യാവസ്ഥ അങ്ങനെ ഒന്നും കാണത്തില്ല. നീ ജോലിയൊക്കെ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ മണ്ടി ആക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വേണ്ട അമ്മച്ചി, ഞാൻ അവനെ അറിയാൻ പലരും പറയാൻ കേട്ടോണ്ട് നീ ഇങ്ങനെ ഇറങ്ങി പോകരുത്. നോക്കാൻ ഒരു നിസ്സാര കാര്യം കൊണ്ടുപോക്കെ അങ്ങനല്ലേ? വേണ്ട വേണ്ട. ഇല്ല, അല്ലെങ്കിൽ അവൻ വേട്ട നമുക്ക് ചോദിക്കാം. നീ സമാധാനം. ഇല്ല അമ്മച്ചി, ഞാൻ പോകും. ഇല്ലേ, നീ അവിടെ ഇറങ്ങി പോകുന്ന എങ്ങനെ? അങ്ങനെ ഇറങ്ങി പോയാലോ? പറ്റി കിടക്കും വീട്ടിൽ കിടക്കും. അങ്ങനെ ഇറങ്ങി പോയാൽ കൊള്ളാമോ? അങ്ങനെ ഇല്ല. ഇവിടെ അവൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ഒരു കാര്യം വല്ലവരും വന്ന് പറയാൻ സത്യമാണോ എന്തോന്നോ? എന്തായാലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോകും, ഉറപ്പാണ്. തീരുമാനം എടുക്കരുത്. പൊട്ടിയൊക്കെ താത്തോക്ക്. അങ്ങനെ വല്ലവരും ഏതാണ്ട് പറയുന്നതിനോട് കയർ പൊട്ടിക്കാൻ നിൽക്കാതെ അവരെന്തുമല്ലോ ആരെങ്കിലും വേണ്ടാത്തതൊക്കെ പറയാം. കൊതിഞ്ഞാണെങ്കിൽ പറയുന്നവർ അങ്ങനെയും കാണും. അവർ തമ്മിൽ അടുപ്പിക്കാൻ അങ്ങനെ പറയുന്നവർ കാണും. ഇതൊന്നും നീ വക വെക്കണ്ട.
നിനക്കറിഞ്ഞൂടാ എൻ്റെ ഭർത്താവിനെ? ഇല്ല, തമ്മിൽ അടുപ്പിക്കാനല്ല. ഞാൻ വിളിച്ചപ്പോ ഏറ്റല്ലോ അവള് കൂടെ ഉണ്ടെന്ന്. അവൾ കൂടെ ഉണ്ടെന്നല്ലേ ഉള്ളു. നമുക്ക് കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാറ് നിർത്തി ആരെങ്കിലും ഒരു കൈ കാണിച്ചു കയറ്റിക്കൊണ്ട് പോയി നിനക്ക് തോന്നും. അപ്പോഴത്തേനും അവരങ്ങ് ഒന്നാകുമോ? അത് കളയണം അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. സമാധാനപ്പെടാം. അവൻ പക്ഷെ നമുക്ക് എന്തായാലും ചോദിക്കാം. അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് എന്തുവാ ഒന്നുമില്ല. ഒരു വഴിക്ക് ഇറങ്ങിക്കുമ്പോ പകുതിക്ക് വെച്ച് വിളിക്കുക വരുക. ഞാൻ കാത്തിരിക്കുവായിരുന്നു അമ്മച്ചി. എന്ത് പ്രശ്നം എന്തോ? ഒരു പ്രശ്നമില്ല. ഞാൻ അറിഞ്ഞു എന്തുവാ പ്രശ്നവും കാര്യങ്ങളും. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞു എന്തുവാ പ്രശ്നം. മറ്റേ അപ്പുറത്തെ ചേച്ചിയില്ല, അവരൊന്ന് മഹാ നുണച്ചിയാ. അവര് ഞങ്ങള് പോകുന്ന കാണുകയും ചെയ്ത് അവിടെ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് സിമി അവിടെ നിൽക്കുന്നത്. അങ്ങോട്ട് ഒരു ലിഫ്റ്റ് കൊടുക്കുക. നമ്മളെ വണ്ടി പറ്റത്തില്ലെന്ന് പറയാ. എന്നും കാണുന്നവരാ മുഖത്തോട് പോകുന്ന നോക്കുന്നത്. അവര് ഒരു നുണയും പറഞ്ഞില്ല. ഉള്ള കാര്യം മാത്രമേ അവര് പറഞ്ഞു. ഗിഫ്റ്റ് കൊടുത്തു ഇയാൾ ഉടനെ പെട്ടിയും കൊണ്ട് ഇറങ്ങുന്നത്. ഞാൻ നിക്കത്തില്ല. നിക്കത്തില്ലേ പോയിക്കാൻ. പിന്നെ ഞാൻ വിളിക്കാൻ വരും. ഞാൻ വിളിക്കാൻ വരത്തില്ലേ സൗമ്യേ? ഈ പോകുന്ന പോലെ തിരിച്ചു വന്നോണം. ഞാൻ പ്രതീക്ഷിച്ച് ഇയാൾ പോവുകയും വേണ്ട. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നില്ല. അതിനാരും തിരിച്ചു വരുന്നില്ലല്ലോ. ഇയാൾ എന്നാ നിന്റെ കൂട്ടുകാരില്ലേ വിളിച്ചു ചോദിച്ചു നോക്ക്. തന്നിഷ്ടത്തിന് ഓരോന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. നമ്മൾ ഇതായിട്ട് ഒരു കാര്യമില്ലമ്മേ. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ ഇപ്പൊ അവിടെ കൊല്ലത്ത് അത് നിസ്സാര കാര്യമാണ്. ഞാൻ അവളോട് അന്നേരം വരെ പറയുന്നുണ്ട്. പലരും പറഞ്ഞു കേട്ടുണ്ട് നീ ചോദിച്ച് അത് കുടുംബക്കലൊക്കെ ഉണ്ടാക്കലേന്ന്. ആ വഴിയെ പോകുന്നവർ അല്ല എത്ര നാളായി ഇവക്ക് എന്നെ അറിഞ്ഞൂടാ. ഇനി മേലെ ആരെങ്കിലും എനിക്ക് പോകാൻ ധൃതി കിട്ടുമ്പോ ഞങ്ങൾ പോകണം. ഇങ്ങനെ പരിചയമില്ലാത്തവരല്ലോ. എന്തോ ചെയ്യും. ഇനിയിപ്പോ സംശയമുള്ളവരെ എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ വിളിക്കാൻ പോകുന്നു വിചാരിക്കേ വേണ്ട. അവളിഞ്ഞ് വരും. 2 ദിവസം കഴിയുമ്പോഴത്തേനും അവളിഞ്ഞ് വരും. സമാധാനപ്പെടാം. ഇത് അതിന് വിഷമിക്കാനൊന്നുമില്ല. അവളും ഇനി വരുമോ കണ്ടോ? അവൾക്ക് അതിനെക്കാട്ടി വിഷമമായിരിക്കും അത്. അന്നേരം എല്ലാവരും പറയുന്നത് കേട്ടോണ്ട് അങ്ങോട്ട് ഇളവിയതാണ്. അല്ല സത്യം നേരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റുമെന്ന് ഇപ്പം ഞാൻ അന്നേരം പോലെ പറയാം. നീ വിഷമിക്കായി ചുമ്മാതായി വിളിച്ച അവളുടെ ആങ്ങളെ എടുത്തങ്ങാണ് പറഞ്ഞ് കൊണ്ടാക്കാൻ പറ. ഞാൻ ഇനി വിളിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പറയാം. പറഞ്ഞു ഇതാക്കി ടൂറിന് പോകുന്നു ഒറ്റയ്ക്ക് ബാഗൊക്കെ ആയിട്ട് പെട്ടിയൊക്കെ ആയിട്ട്. എന്റെ മുമ്പിൽ വന്നേക്കരുത് കേട്ടോ. എന്തോ കാര്യം? എന്തിനാ ഇങ്ങനെ ദേഷ്യം? എന്റെ ഭർത്താവിന്റെ കൂടെ മുമ്പിൽ കയറിയിട്ട് പോയില്ലായിരുന്നോ? അയ്യോ അതിനെന്തുവാ? നമ്മളെ നെയ്ബേഴ്സ് അല്ലേ? അതിനെന്തുവാ? എനിക്കൊന്നും സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ഞാൻ മനസ്സാകെ വല്ലാതിരിക്കുവാണ്. സൗമ്യ നീ നിൽപ്പോൾ ഒന്ന് ശാന്തമായി ചിന്തിക്ക്. ഞാൻ അങ്ങനെ പോയതിന് എന്തോ കുഴപ്പം? നിനക്ക് നിന്റെ ഭർത്താവിന് ഇത്ര വിശ്വാസമേ ഉള്ളോ? അയ്യേ നിന്റെ ഹസ്ബൻഡിനെ നിനക്ക് ഇത്രയും വിശ്വാസമേ ഉള്ളോ? അതുകൊണ്ട് എന്തോ അങ്ങനെ ഒരു പെണ്ണ് വിചാരിച്ച അങ്ങനെ ഒരാണങ്ങ് മാറുവോ? നിനക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? അവനവന് മുമ്പേ അവനവൻ്റെ ഭർത്താവിനെ വിശ്വാസം വേണം. എൻ്റെ ചേട്ടൻ ഇന്നതുപോലെ ചെയ്യത്തില്ലെന്ന് വേണ്ടേ? എൻ്റെ പൊന്നു സൗമ്യ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി നീ ആ ഫോട്ടോ കാണിച്ചപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയത്തില്ലേ? നീ ആ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്കൊരു ചെറിയ കുശുമ്പ് തോന്നി. അതുകൊണ്ടാണ് നീ ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരിക്കുക. ഈ ഗൗരവമൊക്കെ ഒന്ന് വിട്. അയ്യേ ഇത് വീണ്ടും എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. നിന്നെ ഓർത്ത് എനിക്ക് നാണക്കേടുണ്ടാവുന്നു. ലജ്ജയാവുന്നു സഹോദരി, ലജ്ജയാവുന്നു എനിക്ക്. ഈ ചിരിച്ചല്ലോ എന്തായാലും. ഞങ്ങൾ അങ്ങനൊന്നുമില്ല. നമ്മൾ കൂട്ടുകാരല്ലേ സൗമ്യേ? നമ്മൾ കൂട്ടുകാരല്ലേ? നീ ഒന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നിന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് ഞാനും അങ്ങനെ ചെയ്യത്തില്ല. എൻ്റെ മനസ്സിനകത്ത് ചെറിയ ഒരു നിമിഷം നിനക്കൊരു പണി തരണമെന്ന് തോന്നി ഞാനൊന്ന് ചെയ്തൊരു കാര്യമാണ്. അത് നിനക്ക് ഇത്രയും കയറി കൊണ്ട് നീ ഇവിടം വരെ വരുമെന്ന് ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല. എടി അതങ്ങനെ പലരും പലതും പറയും. ഞാനിപ്പോൾ ഫ്രണ്ടിൽ കയറി ഇരുന്നെന്നും പറഞ്ഞത് അങ്ങനൊരു ഇതില്ല. ഇപ്പൊ ബാക്കിൽ ഇരിക്കുന്ന എൻ്റെ ഡ്രൈവറാണോ? അതൊരു വിഷയം. ഞാൻ ആ കുമാരേട്ടെന്ന് വിളിച്ച് എൻ്റെ ചേട്ടനെ പോലെ തന്നെ ഉള്ളൂ. എനിക്ക് എൻ്റെ ആങ്ങളെ എങ്ങനെയാണോ അതേപോലെ ഉള്ളൂ. അതിനകത്ത് നീ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ കൊണ്ടാക്കടി കേട്ടോ. ഇനി നമ്മൾ ഒരിക്കലും പിണങ്ങല്ലേ കേട്ടോ. അതേപോലെ നീ നിന്റെ ഹസ്ബൻഡുമായിട്ട് ആരൊക്കെ പറഞ്ഞ് തിരിപ്പിച്ചാലും നിന്റെ ഭർത്താവിനെ നിനക്ക് വിശ്വാസം വേണം കേട്ടോ. എന്താ ഉടുത്ത മുണ്ടിനെ വിശ്വസിക്കണം. ഓക്കെ നമുക്ക്
എൻ്റെ അമ്മ ബെല്ലടിക്കുക. ആരാണ്ട് വന്നല്ലോ. ആ വന്നല്ലോ. ഞാൻ പറഞ്ഞില്ലയോ വല്ല കാര്യം ഉണ്ടായിരുന്ന പോണ്ട് നിസ്സാര കാര്യത്തിന് പറഞ്ഞോണ്ട് വീട്ടിൽ ഇറങ്ങി അങ്ങ് പോയേക്കോ എല്ലാം പറയും കെട്ടിക്കൊണ്ട് നാണക്കേടല്ലേ ഇതൊക്കെ. ഞാൻ അന്നേരെ പറഞ്ഞു കുമാറേ നീ വാമനെ ദാ വന്ന് എൻ്റെ ഭാര്യ പോയതും പറഞ്ഞതും എല്ലാം കഴിയും. ഇറങ്ങി വാ. ഇത്ര നല്ലൊരു അമ്മച്ചി ഒരു ഭർത്താവ് ഉള്ളപ്പോഴാന്ന് ഇത്ര ഇത്. സോറി കുമാറേട്ടാ, സിമി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തതാ. എല്ലാം സിമി കാരണമാ. ടോമി ഇയാൾക്കൊരു ബോധം വേണ്ടായോ? ഒരാൾ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ നമ്മളടുത്ത് നമ്മുടെ ഫോട്ടോസും ഒക്കെ കണ്ടപ്പോഴത്തേന് സിമിക്ക് ഒരു ഇത് അങ്ങനെ സിമിയാ സോറി എൻ്റെ അടുത്ത് ക്ഷമിച്ചേരെ. ഓക്കെ ഒരു ഉമ്മയൊക്കെ കൂടെ ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഉമ്മയൊന്നും കൊടുക്കില്ല. വീണ്ടും അടുത്ത കുശുമ്പ് എനിക്കുണ്ടാവും. എവിടം വരെ പോയി? ബസ് സ്റ്റോപ്പിൽ താഴെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ആരെയും വിളിക്കാനൊന്നും പോയില്ല. ഈ ആവശ്യമില്ല. ഞാൻ അന്നേരം പറഞ്ഞു അവളിഞ്ഞ് വരും. അല്ല, അപ്പുറത്തെ ചേച്ചി വന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടും പോയെന്ന്. അതിന് നിനക്കെന്താ വേണം? അങ്ങനെ ആൾക്കാർ പലതും പറയുന്നതിന് ഭർത്താവ് നിനക്കറിയത്തില്ലയോ? ഞാൻ വിചാരിച്ചു നീ ഒറ്റയ്ക്ക് ടൂറിന് പോകുന്നു, അതായത് ഇനി അടുത്ത ആളിന് ടൂറിന് പോകാൻ വേണ്ടി നിൽക്കുമോ? ഇതെല്ലാം നിൽക്കുന്നുണ്ട്. എനിക്ക് കാര്യം ഞാനല്ലേ ഏത് പെണ്ണുങ്ങളായാലും ഇതൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ. നമ്മുടെ ഭർത്താവിന്റെ കൂടെ ഒരു പെണ്ണ് പോയെന്ന് പറയുമ്പോഴത്തേക്കും ഭർത്താവിന് നമുക്ക് വിശ്വാസം വേണം. അതാ വേണ്ടത്. നിസ്സാര കാര്യത്തിന് പറക്കി കിട്ടി അങ്ങോട്ട് പോയി. രണ്ടുപേരും ഒന്നായി ഞാൻ പോകത്തെ. ഓക്കെ ഒരു കുഴപ്പമില്ല. ഇത്ര നല്ലൊരു അമ്മച്ചിയെ കിട്ടിയ ഒന്നുമില്ലെന്ന് ഈ അമ്മച്ചിയെ കിട്ടിയ മരുമോളെ നീ ഭാഗ്യവതി കേട്ടോ. ഇത്ര നല്ലൊരു അമ്മച്ചി സപ്പോർട്ടിനുണ്ടല്ലോ. സാധാരണ ഒരു വീട്ടിലെങ്കിലും അമ്മായിമാര് സപ്പോർട്ട് ചെയ്യത്തില്ല, മോന്റെ സൈഡേ നിൽക്കും. ഞാൻ അന്നേരം പറഞ്ഞു ഇല്ല ഒന്നുമില്ല വേറെ ഇല്ല. ഞാൻ പോട്ടെ. ഓക്കെ ഇനിയെങ്കിലും ഈ ടൂറിന് പോയ ഫോട്ടോ എല്ലാരും ഒന്ന് കാണിക്കുന്നു. ഓക്കെ ശരി. എന്റെ കാര്യം പോവാ അമ്മച്ചി. ആ എല്ലാരും സന്തോഷം. ശരി. ഓക്കെ.